നമസ്കാരം. ഭൂമിയെ പല ഭൂഖണ്ഡങ്ങളായി തിരിച്ചാണ് നമ്മൾ പഠിക്കുന്നതും വിലയിരുത്തുന്നതും. അതിലെ ഏറ്റവും ചെറിയൊരു ഭൂഖണ്ഡമാണ് യൂറോപ്പ്. യൂറോപ്പിൽ അനേകം രാജ്യങ്ങളുണ്ട്, എന്നാൽ ഒട്ടുമിക്കതും ചെറുതാണ്. നമ്മുടെ ഒരു ജില്ലയുടെ വലിപ്പം പോലുമില്ലാത്ത യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. പക്ഷെ നൂറ്റാണ്ടുകളോളം ലോകത്തെ നിയന്ത്രിച്ചിരുന്നത്, അധിനിവേശം നടത്തിയിരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു. ലോകത്തിനൊരു സംസ്കാരം ഉണ്ടാവുകയും വളർച്ച ഉണ്ടാവുകയും ഒക്കെ ചെയ്തപ്പോൾ അതുവരെ പ്രാകൃത ജീവിത രീതിയായിരുന്നു ലോകത്തിൻ്റെ ഒരു അവസ്ഥ, ഭൂമിയുടെ അവസ്ഥ. അതിനുശേഷം ഒരു സംസ്കാരം രൂപപ്പെട്ടു വന്നപ്പോൾ ലോകത്തിൻ്റെ അധികാരം യൂറോപ്പിന് കിട്ടി. യൂറോപ്യൻ രാജ്യങ്ങൾ അധിനിവേശത്തിന് വേണ്ടി മത്സരിക്കുകയായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഈ ഭാരതത്തെ എത്രയോ വിദേശ ശക്തികൾ അധിനിവേശം നടത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാരായിരുന്നു ഏറ്റവും ഒടുവിലത്തെ ശക്തികൾ. അതിനു മുമ്പ് ഫ്രഞ്ചുകാർ നമ്മളെ ഭരിച്ചിട്ടുണ്ട്, സ്പാനിഷുകാർ നമ്മളെ ഭരിച്ചിട്ടുണ്ട്, ഡച്ചുകാർ നമ്മളെ ഭരിച്ചിട്ടുണ്ട്, പോർച്ചുഗീസുകാർ നമ്മളെ ഭരിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയൊരു അധിനിവേശത്തിൻ്റെ ചരിത്രം നമുക്ക് പോലുമുണ്ട്. ഇന്ന് ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യമായിരിക്കുന്ന അമേരിക്ക അടക്കം ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളുടെ അധിനിവേശത്തിന് കീഴിലായിരുന്നു. സ്പെയിനും ഫ്രാൻസും ബ്രിട്ടനും അമേരിക്കയിൽ കോളനി സ്ഥാപിച്ചിരുന്നു. ബെൽജിയമും ഇറ്റലിയും പോർച്ചുഗലും ഹോളണ്ടുമൊക്കെ ഒരു കാലത്ത് ലോകത്തിൽ കോളനി സ്ഥാപിച്ചിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. അമേരിക്കയിലേക്കും ആഫ്രിക്കയിലേക്കുമൊക്കെയുള്ള വഴി കണ്ടുപിടിച്ചതുപോലും യൂറോപ്യൻ ജനതയാണ്. അതിൻ്റെ കാരണം വിദ്യാഭ്യാസപരമായി അവർക്കുണ്ടായിരുന്ന മെച്ചമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽപ്പെട്ടവരാണ് ലോകത്തെ ഒട്ടുമിക്ക കണ്ടുപിടുത്തങ്ങളും നടത്തിയത്. അവിടെ നിന്നാണ് ശാസ്ത്രം, ഭാഷ, സംസ്കാരം എല്ലാം ഉണ്ടാവുന്നത്. അവിടെ നിന്ന് യൂറോപ്പിൻ്റെ ഭാഷയാണ്. ഇംഗ്ലീഷും സ്പാനിഷും ഫ്രഞ്ചും ഒക്കെ ലോകത്ത് മുഴുവൻ തന്നെ അത്തരം ഭാഷകളിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. അങ്ങനെ നൂറ്റാണ്ടുകളോളം ലോകത്തെ നിയന്ത്രിച്ചിരുന്ന യൂറോപ്പിനെ രണ്ട് ലോകമഹായുദ്ധങ്ങളിലൂടെയാണ് തിരിച്ചടി കിട്ടുന്നത്. ഇവർ തമ്മിലുള്ള ഭിന്നതയാണ്. അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ഭിന്നതയിൽ ആരംഭിച്ചതാണ് ലോകമഹായുദ്ധങ്ങൾ. രണ്ട് ലോകമഹായുദ്ധങ്ങൾ പൂർത്തിയായതോടെ യൂറോപ്പ് അപ്രസക്തമായി. അവരുടെ സമ്പത്തും യശസ്സും ഒക്കെ തുടർന്നെങ്കിലും അവരുടെ ശക്തി ഇല്ലാതായി. അമേരിക്കയും സോവിയറ്റ് യൂണിയനും രണ്ട് ശാക്തിക ചേരികളായി. സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തിൽ അടിയുറച്ചുകൊണ്ട് ലോകം കീഴടക്കാൻ ഇറങ്ങിയപ്പോൾ അമേരിക്കയ്ക്ക് കീഴിൽ ഉപഗ്രഹങ്ങളായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നിന്നുകൊടുക്കേണ്ടി വന്നു. ഒടുവിൽ സോവിയറ്റ് യൂണിയൻ തകർന്നു പോകുന്നു. അമേരിക്കയുടെ ഏകാധിപത്യം നിലവിൽ വരുന്നു. അപ്പോഴും അമേരിക്കയുടെ ഉപഗ്രഹ രാജ്യങ്ങളായി തുടരേണ്ടി വരുന്നു ഈ വൻ ശക്തികൾക്ക്. 18-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രമാണ് ഈ പറയുന്നത്. അതിനു മുമ്പ് വാളെടുത്തവൻ വെളിച്ചപ്പാട് എന്ന നിലയിലായിരുന്നു ലോകക്രമം. 21-ാം നൂറ്റാണ്ട് പിറന്നു കഴിഞ്ഞപ്പോൾ സ്ഥിതി വീണ്ടും മാറുന്നു. റഷ്യ പഴയ സോവിയറ്റ് യൂണിയന്റെ പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നു. ചൈന നിശബ്ദമായ വിപ്ലവത്തിലൂടെ അമേരിക്കയേക്കാൾ മുമ്പിലെത്താനുള്ള നീക്കം ആരംഭിച്ചു. റഷ്യയും ചൈനയും ഒരുമിച്ച് നിൽക്കുന്നതോടെ അമേരിക്കയുടെ ചേരിക്ക് അമേരിക്കയും യൂറോപ്പും ഒരുമിച്ച് നിൽക്കുന്നതിനെ പോലും മറികടക്കാൻ കഴിയും എന്ന ആശങ്ക രൂപപ്പെടുന്നു. അതിനെ എങ്ങനെ നേരിടാൻ കഴിയും എന്നുള്ള ചർച്ചകളും പരിശ്രമങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അമേരിക്കയിൽ ഭരണമാറ്റമുണ്ടാവുന്നത്. ഡൊണാൾഡ് ട്രംപ് പണ്ട് മുതൽ റഷ്യൻ പക്ഷപാതി എന്നറിയപ്പെടുന്നു. രണ്ടാമത് അധികാരത്തിലെത്തിയതോടെ അതിന് ചമ്മലൊക്കെ മാറ്റി റഷ്യയുമായി തോളോട് തോൾ ചേർന്ന് ലോകക്രമത്തിൽ മാറ്റം വരുത്തിയാണ് ട്രംപ്. റഷ്യൻ പ്രസിഡന്റ് പുടിനോട് 1.5 മണിക്കൂറാണ് ട്രംപ് ടെലിഫോണിൽ സംസാരിച്ചത്. അതിൻ്റെ തുടർച്ചയായി തൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെയും തൻ്റെ പ്രത്യേക പ്രതിനിധിയെയും സൗദി അറേബ്യയിലേക്ക് അയച്ചു. ട്രംപിൻ്റെ പല തീരുമാനങ്ങളും അറബ് ലോകത്തെ ഞെട്ടിക്കുമ്പോഴാണ് സൗദി അറേബ്യ ട്രംപ് പറഞ്ഞതുപോലെ റിയാദിൽ വെച്ച് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയുടെ പ്രതിനിധികളുമായി ട്രംപിൻ്റെ പ്രതിനിധികൾ ചർച്ച ആരംഭിച്ചത്. ചർച്ചയുടെ തുടക്കത്തിലെ കല്ലുകടിയായിരുന്നു. കാരണം യുദ്ധം നടക്കുന്നത് റഷ്യയും യുക്രൈനും തമ്മിലാണ്. അവർ തമ്മിലുള്ള ചർച്ചകൾ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ സൗദിയിൽ വെച്ച് നടന്നാൽ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ചർച്ച ഏകപക്ഷീയമാണ്. യുക്രൈനെ പിന്തുണയ്ക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെയോ നിങ്ങൾ അറിയിച്ചിട്ടേയില്ല. ഏകപക്ഷീയമായി റഷ്യൻ പ്രതിനിധികൾ, റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലെവറോവും അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബേലയും തമ്മിലാണ് ചർച്ച. കൂടാതെയാണ് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസും പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പുടിന്റെ പ്രതിനിധി യൂരി ഉഷ്കോവും ഉണ്ട്. അതായത് റഷ്യയുടെ ഭാഗത്തുനിന്ന് 2 പേരും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് 3 പേരും. റിയാദിലെ ഭിരിയ കൊട്ടാരത്തിൽ വിശദമായ ചർച്ച ഇന്നലെ ആരംഭിച്ചു. ചർച്ചയുടെ 1-ാം ഘട്ടത്തിൽ 4 പോയിന്റുകളിൽ ഊന്നിയുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. റഷ്യ വ്യക്തമായി പറഞ്ഞു, യുക്രൈൻ്റെയോ യൂറോപ്യൻ രാജ്യങ്ങളുടെയോ സേനയെ, പോലീസിനെ പട്രോളിങ്ങിന് അനുവദിക്കില്ല എന്ന്. അതുപോലും അനുവദിക്കില്ല. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പറഞ്ഞത്, വെടിനിർത്തൽ പൂർത്തിയായാൽ അത് നടപ്പിലാക്കുന്നെന്ന് ഉറപ്പാക്കാനുള്ള പട്രോളിങ് യൂറോപ്പ് ഏറ്റെടുക്കുമെന്ന്. അതൊന്നും സമ്മതിക്കില്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല
റഷ്യ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ വിചിത്രമാണ്. ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി യുക്രൈൻ്റെ 4 പ്രവിശ്യകൾ പിടിച്ചെടുത്തിരുന്നു. 2014 ഒരു പ്രവിശ്യ നേരത്തെ തന്നെ പിടിച്ചെടുത്തിരുന്നു. അത് റഷ്യയുടെ ഭാഗമാണ് എന്ന് റഷ്യ വിശ്വസിക്കുന്നു. അതിനെ ചലഞ്ച് ചെയ്യാൻ യുക്രൈന് പോലും സാധിച്ചിട്ടില്ല. 4 പ്രവിശ്യകൾ കൂടി പിടിച്ചെടുത്തു. ഈ 4ഉം നേരത്തെ പിടിച്ചെടുത്ത ഒരു പ്രവിശ്യം 5 പ്രവിശ്യകളും റഷ്യയുടേതായി അംഗീകരിക്കണം എന്നതാണ് ആദ്യത്തെ ഡിമാൻഡ്. രണ്ടാമത്തേത്, യുക്രൈനിലെ ഭരണകൂടത്തെ മാറ്റി റഷ്യയെ പിന്തുണയ്ക്കുന്ന ഭരണകൂടത്തെ കൊണ്ടുവരണം. ഇത്തരം വിചിത്രമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റഷ്യ മുമ്പോട്ട് വരുമ്പോൾ അമേരിക്ക ഒന്നിനും നോ പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ റഷ്യയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന മനസ്ഥിതിയിലാണ് അമേരിക്ക എന്നർത്ഥം. ഇവിടെ യൂറോപ്പ് ആകപ്പാടെ പ്രതിസന്ധിയിലായിരിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് യോഗം ചേർന്നു. ഇത് ശരിയല്ല, നമ്മൾ ഒരുമിച്ചാണ് യുദ്ധം ആരംഭിച്ചത്. അമേരിക്കയും യൂറോപ്പും ഒരുമിച്ചാണ് യുക്രൈനെ പിന്തുണച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ആവേശം കൊണ്ടാണ് യുക്രൈൻ യുദ്ധത്തിന് തയ്യാറായത്. എന്നിട്ടിപ്പോൾ ഇടയ്ക്ക് വെച്ച് കാലുവാരുന്നത് അനുചിതമാണ് എന്നാണ് യൂറോപ്യൻ സമ്മിറ്റിൽ തെളിഞ്ഞു വന്ന വാദം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പാരീസിൽ വെച്ച് ഉച്ചകോടി വിളിച്ചു. ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യ പ്രതിനിധികളും എത്തി. അവർ തമ്മിൽ ചില ഭിന്നതകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും അവരാകെ വിഷണ്ണരാണ്. കാരണം അവരുടെ വാക്കിന് പരിഗണന കൊടുക്കുന്നില്ല, അവരെ ചർച്ചയിൽ ഉൾപ്പെടുത്തുന്നില്ല. മാത്രമല്ല, യുക്രൈന് ഒറ്റുകൊടുക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ യുക്രൈനെ പിന്തുണയ്ക്കണമെന്ന ആഗ്രഹം യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ട്. പക്ഷെ അവർക്ക് ശക്തിയില്ല. അമേരിക്കയുടെ ഉപഗ്രഹമായി മാറിയ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒന്നിൻ്റെയും വാദം കേൾക്കുന്നേയില്ല. എന്ന് മാത്രമല്ല, യൂറോപ്യൻ രാജ്യ കൂട്ടായ്മയിൽ ഭിന്നതയുണ്ടാവുകയും ഇറ്റലിയും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങൾ ഒരു പരിധിവരെ ട്രംപിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. നെതർലൻഡ്സും അങ്ങനെ തന്നെയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ യൂറോപ്പ് വല്ലാത്ത പ്രതിസന്ധിയിലാണ്. നിലനിൽപ്പിനായി പോരാടേണ്ട സാഹചര്യമാണ്. ഒന്ന്, യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ട്. 2, യൂറോപ്പിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഏകപക്ഷീയമായി യൂറോപ്പുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ അമേരിക്ക റഷ്യയുമായി തീരുമാനമെടുക്കുമ്പോൾ റഷ്യയ്ക്ക് ഇനിയും അവരുടെ വിസ്തൃതി വലുതാക്കാനുള്ള അവസരം തെളിയും. ഇപ്പോൾ യൂറോപ്പിൻ്റെ ഭാഗമായി നിൽക്കുന്ന, യൂറോപ്യൻ യൂണിയനിൽ പോലും ചേർന്നിരിക്കുന്ന പൂർവ്വ സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ പലതുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബാൾട്ടിക് രാജ്യങ്ങളാണ്. ലിത്വാനിയയും ലാത്വിയയും എസ്തോണിയയും. അവർ പല അധിനിവേശങ്ങളെ അതിജീവിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെട്ടവരാണ്. ആ ബാൾട്ടിക് രാജ്യങ്ങൾ പ്രതിസന്ധിയിലാണ്. അമേരിക്കൻ സേനയായിരുന്നു അവർക്ക് സംരക്ഷണം ഉറപ്പാക്കിയത്. ആ സേനയെ അമേരിക്ക പിൻവലിക്കാൻ തീരുമാനിക്കുന്നു. റഷ്യയ്ക്ക് വേണമെങ്കിൽ അനായാസം അവരുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ ബാൾട്ടിക് രാജ്യങ്ങൾ അവരുടെ ഭാഗമാക്കാം. യുക്രൈനെ പോലെ റഷ്യയോട് എതിരിട്ട് നിൽക്കുന്ന പൂർവ്വ സോവിയറ്റ് റിപ്പബ്ലിക്കുകളൊക്കെ അധിനിവേശ ഭീഷണിയിലാണ്. അതിനപ്പുറത്തേക്ക് ഫിൻലൻഡും സ്വീഡനും അടങ്ങുന്ന രാജ്യങ്ങൾക്കും ഭീഷണിയുണ്ട്. ഫിൻലൻഡ് നേരത്തെ തന്നെ ഭീഷണിയെ നേരിട്ടിരുന്ന രാജ്യമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാവുമോ? യൂറോപ്പിലേക്ക് കടന്നു കയറി റഷ്യ വിസ്തൃതി വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുമോ? അമേരിക്കയുടെ അണ്വായുധത്തെ മാത്രം വിശ്വസിച്ച് ഇതുവരെ കഴിഞ്ഞത് വിഡ്ഢിത്തമായില്ലേ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഉയർത്തുന്നത്. ശക്തി ക്ഷയിച്ച യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ പിന്തുണയില്ലാതെ, അമേരിക്കയുടെ ആയുധങ്ങളില്ലാതെ ഒന്നും ചെയ്യാനും കഴിയില്ല. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളാണ് യൂറോപ്പിന്റെ ശക്തി ക്ഷയിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലനിൽപ്പിനെ പോലും വെല്ലുവിളിക്കുന്ന അവസ്ഥയിലേക്ക് അമേരിക്കയുടെ നീക്കങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ട്രംപ് പറയുന്നു എക്കാലവും യുദ്ധവുമായി മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ചതാണ് യുദ്ധം. 3 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. എന്നിട്ട് ആർക്കാണ് ഗുണം? അമേരിക്കൻ ഖജനാവിൽ നിന്ന് $29 ബില്യൺ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി അമേരിക്കയ്ക്ക് ഇങ്ങനെ യുക്രൈനെ തീറ്റിപ്പോറ്റേണ്ട ബാധ്യതയില്ല. അമേരിക്കൻ ജനതയുടെ നികുതി പണമാണ് എന്ന ട്രംപിന്റെ നിലപാടിനെ അമേരിക്കക്കാർ ശരിവയ്ക്കുകയാണ്. എന്തായാലും അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ബന്ധം വല്ലാതെ ഉലഞ്ഞിരിക്കുന്നു. ഒരു കാലത്ത് ലോകം കീഴടക്കി ഭരിച്ചിരുന്ന യൂറോപ്പ് നിലനിൽപ്പിന് വേണ്ടി കൈകാലിട്ടടിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു.